പെട്രോൾ സ്പോർട്സ് വെച്ചാൽ ആസ്ട്ര ടോപ്പ് എൻ്റെ അതിൻ്റെ തൊട്ട് താഴെ അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഓട്ടോ എത്ര പോയത്? ഇത് 62,000 കിലോമീറ്റർ ഓടി. 62,000, 6 വർഷം കൊണ്ട് നോർമൽ ഓട്ടോ. ഓക്കെ. പ്രോപ്പർ സർവീസ് ഇല്ല. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 18-20 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. സർവീസൊക്കെ പ്രോപ്പറാ? ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിയാ? സിംഗിൾ ആണ്. ഒരു നീറ്റ് ആൻഡ് ക്ലീൻ i20 2018 മോഡൽ ഏറ്റവും ടോപ്പ് ആൻഡ് SX ഓപ്ഷനിൽ ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്നത്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ഓട്ടോ വെഞ്ചറിലേക്ക് വന്നിരിക്കുകയാണ്. ഓട്ടോ വെഞ്ചർ കാർ ക്ലബ് 3 സ്ഥലത്ത് ഇവർക്ക് ഷോറൂമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ 2 ഉണ്ട്. ഇത് സൗത്ത് കൊടുവള്ളിയാണ് കോഴിക്കോട് ജില്ലയിൽ. പിന്നെ ഒന്ന് വയനാട് വരും, ഒന്ന് പാവങ്ങാടും. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇവിടുത്തെ ചെയ്യുന്നതാണ്. ഏകദേശം നമ്മളെ ചാനലിൻ്റെ സ്റ്റാർട്ടിങ് സമയത്തൊക്കെ ചെയ്തൊരു ഷോറൂമായിരുന്നു. സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത് 2019 ടൈമിലൊക്കെ തൊട്ട് ചെയ്യുന്ന ഷോറൂമാണ്. അപ്പോൾ വണ്ടികളുടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല അല്ലേ? ഓക്കെ. അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികളാണ്. അപ്പോൾ പിന്നെ നമുക്ക് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത്യാവശ്യം നല്ല പൊട്ടിച്ച റേറ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ. ഇപ്രാവശ്യം അതേ റേറ്റ് കൊടുക്കാൻ പറ്റും? കുറച്ച് കൊടുക്കാം. കാണുന്നവരെ നിരാശപ്പെടുത്തില്ല, ഉറപ്പല്ലേ? ഓക്കെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നമുക്ക് എന്തായാലും സ്റ്റോക്ക് ഒന്ന് കണ്ടു നോക്കാം. എല്ലാ സെഗ്മെൻറ്റും ഉണ്ടോ? എല്ലാ സെഗ്മെൻറ്റും ഓട്ടോമാറ്റിക്, ഡീസൽ, പെട്രോൾ എല്ലാ വേരിയൻറ്റിലുള്ള വണ്ടികളുണ്ട്. ഓട്ടോമാറ്റിക് കുറച്ച് കൂടുതലുണ്ട് തോന്നുന്നുണ്ട് ഇന്ന്. ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചപ്പോൾ കൂടുതലുണ്ട്. എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഗൂഗിളാണ് നമ്മുടെ കൂടെ. അപ്പോൾ വീഡിയോ നോട്ടും അല്ലേ? ആദ്യം നമുക്കൊരു i10 ഗ്രാൻഡിൽ തുടങ്ങാം. ബ്ലൂ കളർ KL 24 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ ബ്രോ? ഇത് 2017 മോഡൽ സ്പോർട്സ് ഓപ്ഷനിൽ പെട്രോൾ ആണ് വണ്ടി. പെട്രോൾ സ്പോർട്സ് വെച്ചാൽ ആസ്ട്ര ടോപ്പ് എൻ്റെ അതിൻ്റെ തൊട്ട് താഴെ അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഓക്കെ. നല്ല ടയർ ഭാഗങ്ങളുണ്ട് അല്ലേ? പുതിയ ടയറാണ്. പുതിയ 4 ടയർ. ഇപ്പോൾ സർവീസ് ഇപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ. 2017 വണ്ടി അല്ലേ? എത്ര ഓട്ടം പോയി? 1,12,000 കിലോമീറ്റർ. ഓടിയിട്ടുണ്ട് അത്യാവശ്യം അല്ലേ? കറക്റ്റ് സർവീസ് ആണ്. ഇതുവരെയുള്ള സർവീസുകൾ മൊത്തം പ്രോപ്പറായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ. ഒരു 12-15 റേഞ്ച് മൈലേജ് കിട്ടും. പെട്രോൾ വണ്ടിയാണ്. ഓടിയെന്ന് വിചാരിച്ച് മെയിൻ്റനൻസ് ആയിട്ടൊന്നും പേടിക്കാനില്ല, സാധാരണ സർവീസ് ചെയ്ത് തന്നെ പോകാം. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്ന വില 3,10,000 രൂപയാണ്. 3,10,000 അല്ലേ? ഫൈനലാണോ അത്? ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കും. ഓക്കെ. ഏകദേശം ഫൈനലാണ്, ചെറിയ രീതിയിൽ മാറ്റം. ഓക്കെ. അപ്പോൾ 3,10,000 രൂപയ്ക്ക് 2017 സ്പോർട്സ് ഓപ്ഷൻ ഈ ഒരു i10 ഗ്രാൻഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോൺ കയറുമോ? ഒരു 90-95% വരെ എന്തായാലും ലോൺ ചെയ്തു ചാൻസ് ഉണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെന്നാലും വിളിച്ചോ. അടുത്ത വണ്ടി. അടുത്ത വാഹനം ഹോണ്ട സിറ്റിയാണ്. KL 7 രജിസ്ട്രേഷനാണ്. ഇത് പുതിയ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഓക്കെ. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? 2015 മോഡൽ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. 15 ഓട്ടോമാറ്റിക്. ടോപ്പ് എന്താ? SP ആണ് ഓപ്ഷൻ വരുന്നത്. SP. ഓക്കെ. മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്ന വാഹനമാണ്. പക്ഷേ അഡീഷണലി ഇപ്പോൾ നല്ല അടിപൊളി അലോയ്സ്, പുതിയ ടൈപ്പ് അലോയ്സ് ഇത്. ഓക്കെ. അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ടയേഴ്സാണ്, പുതിയ 4 ടയേഴ്സാണ്. ഓക്കെ. 15 SB ഓട്ടോമാറ്റിക് വണ്ടി. മൈലേജ് ഒരു 11-14 ആ റേഞ്ചിൽ അതിൻ്റെ ഇടയിൽ കണ്ടാൽ മതി മൈലേജ്. അത്രയും കംഫർട്ടായിരിക്കും ഓടിച്ചു കൊണ്ടുവരുന്നത്. CVT ഗിയർ ബോക്സ് ആണ് വരിക. എത്ര കഴിയുമ്പോൾ ചോദിക്കുന്നതിന്? ഇത് നമ്മൾ ചോദിക്കുന്നത് 4,90,000 രൂപയ്ക്ക് 2015 ഓട്ടോമാറ്റിക് SP ഓപ്ഷൻ. എത്ര കിലോമീറ്റർ ഓടി? 1,05,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. 1,05,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 4,95,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2015 ഓട്ടോമാറ്റിക് SP ഓപ്ഷൻ ഈ ഒരു പെട്രോൾ സിറ്റി. അപ്പോൾ താല്പര്യപ്പെട്ട വിളിക്കാം. ഒരു 4.5 ലോൺ കയറൂലേ? 4.5 വരെ ലോൺ. ഓക്കെ. അടുത്ത വണ്ടി ഹോണ്ട സിറ്റി കണ്ട സ്ഥിതിക്ക് അതിനൊരു കോമ്പാക്ട് സെഡാൻ ഹോണ്ടയുടെ. അടുത്ത എമേസ് ആണ്. KL 52 രജിസ്ട്രേഷൻ. 3rd ജനറേഷൻ വണ്ടി അല്ല? മൊത്തത്തിൽ പൊടി പിടിച്ച് കിടക്കാണ്. വേറെ നല്ല ഇവിടെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അണ്ടർ പോളിഷിലാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡൽ പെട്രോൾ വേരിയന്റ് ആണ്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഓക്കെ. SMT ആണ് ഓപ്ഷൻ. ഓക്കെ. മിഡിൽ ഓപ്ഷനായിട്ട് ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് ഉണ്ടാവും. അലോയ്സ് പുഷ് ബട്ടൺ ഒഴികെയുള്ള ബാക്കി ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഉണ്ടാവും. ഡിഫോഗറുമില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും. സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഉണ്ടാവും. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഓട്ടോ എത്ര പോയത്? ഇത് 62,000 കിലോമീറ്റർ ഓടി. 62,000, 6 വർഷം കൊണ്ട് നോർമൽ ഓട്ടോ. ഓക്കെ. പ്രോപ്പർ സർവീസ് ഇല്ല? പ്രോപ്പർ സർവീസ്. ഓണർഷിപ്പ് സിംഗിളാ? സിംഗിൾ ഓണർ. ഒരു ക്ലെയിമില്ലല്ലോ? ഇല്ല, മേജറായിട്ടുള്ള ഒരു ക്ലെയിമില്ല. ഓക്കെ. മൈലേജ് ഒരു 12-16 റേഞ്ച് ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 5,50,000 രൂപ. 5.5 ലക്ഷം അല്ലേ? ഓക്കെ. 5.5 ലക്ഷത്തിന് 2019 SMT ഈ ഒരു 62,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് എമൈസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം.
അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു കോമ്പാക്ട് SUV ടാറ്റ നെക്സോൺ ഫസ്റ്റ് ഷേപ്പാണ്. KL 74 രജിസ്ട്രേഷൻ. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഇത് ഓട്ടോമാറ്റിക് ആണ്. XZA+ ഓട്ടോമാറ്റിക് വാഹനമാണ്. മോഡൽ ഏതാ? 2019 മോഡൽ. ഓക്കെ. ഓട്ടം 62,000 കിലോമീറ്റർ ഓടി പെട്രോൾ. സെയിം ആണല്ലോ. 62,000 19 മോഡൽ പെട്രോള്. അത് മാനുവലി ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ആദ്യം 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വാഹനം ഇന്ത്യൻ ബ്രാൻഡിൻ്റെ അല്ലേ? ഓക്കെ. എത്ര ഇതിപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മളിപ്പോൾ ഇവിടെ ചോദിക്കുന്ന വില 5,90,000. 5,90,000. 2019 62,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർ XZA+ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഈ ഒരു നെക്സോണിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 5-5.5 ലോൺ കയറും. ഓക്കെ. മാക്സിമം ചെറിയ ഡൗൺ പേയ്മെൻറ്റ് വരും. 45,000 50,000 ഒക്കെ കണ്ടാൽ ഇറക്കി കൊണ്ടുപോകുന്ന വിധത്തിലാണ്. മൈലേജ് ഒരു 12-15 ഇല്ല 11-15 അത്രയും കണ്ടാൽ മതി. ഓട്ടോമാറ്റിക് ആണ്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് i20 എനിക്കൊന്ന് ഫുൾ ഓപ്ഷൻ ആണ്. ആസ്റ്റ ഓപ്ഷനിൽ ഡയമണ്ട് കട്ട് അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 6 എയർ ബാഗ് ഉണ്ടാവും, പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഉണ്ടാവും, എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. ഏതാ മോഡൽ? ഇത് 2018 മോഡൽ പെട്രോളാണ്. 18 പെട്രോൾ. ഓക്കെ. ഓട്ടം 60,000 കിലോമീറ്റർ ഓടി സിംഗിൾ ആണ്. 60,000 സിംഗിൾ ഓണർഷിപ്പ് തന്നെ നടക്കാണ്. ലോ കിലോമീറ്റർ ആണ് അല്ലേ? ആ ഒരു വർഷം സംബന്ധിച്ചുള്ള കിലോമീറ്ററിൽ ഒരു ക്ലെയിം പോലുള്ള സീറോ ക്ലെയിം ആണ്. ഒരു നീറ്റ് ആൻഡ് ക്ലീൻ i20 2018 മോഡൽ ഏറ്റവും ടോപ്പ് ആൻഡ് SX ഓപ്ഷനിൽ ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്നത്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്ന വില 6,25,000. 6.25 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ആസ്റ്റ ഓപ്ഷണൽ i20 2018 മോഡൽ 60,000 കിലോമീറ്റർ ഓടി വണ്ടി കൊണ്ടുപോകാം. ഒരു ക്ലെയിമും ഇല്ല. ആസ്റ്റ ഓപ്ഷനിലാണ്. മാഗ്ന പ്ലസ് സ്പോർട്സ് ഇതിൻ്റെയൊക്കെ വിലയിലൊന്നും കമ്പയർ ചെയ്യരുത്. ആസ്റ്റ ഓപ്ഷനിൽ ഏറ്റവും ടോപ്പിൻ്റെ വണ്ടിയാണ്. അപ്പോൾ താല്പര്യം വിളിക്കാം. നല്ല ഡ്രൈവിംഗ് കംഫർട്ടുള്ളൊരു വണ്ടി. മൈലേജ് ഒരു 10 to 14 വരെയൊക്കെ കണ്ടാൽ മതി. ഓക്കെ. അടുത്ത വാഹനം i10 ഗ്രാൻഡ് ആണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2016 മോഡൽ. 16 ഓട്ടോമാറ്റിക്. ഏത് ഓപ്ഷൻ? മാഗ്നയാണ് ഓപ്ഷൻ. മാഗ്ന AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ഇത്രയും ഫീച്ചേഴ്സ് വരും. മിറർ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടാവും അല്ലേ? ഓക്കെ. 16 മോഡൽ മാഗ്ന ഓട്ടോമാറ്റിക്. 11 14 ആ ഒരു റേഞ്ചേ കാണുള്ളൂ. കാരണം 80 ഗിയർ ബോക്സ് ആണ് വരുന്നത് അല്ലേ? ടോർക്ക് കൺവെർട്ടർ ആണ് ഗിയർ ബോക്സ് വരുന്നത്. ഒരു ക്ലെയിം ഇല്ലല്ലോ? ഇല്ല, നിലവിൽ മേജറായിട്ടുള്ള ക്ലെയിമുകളൊന്നുമില്ല. 75,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇപ്പോൾ ചോദിക്കുന്ന വില 3,75,000. 3.25 ലക്ഷം രൂപയ്ക്ക് 2016 മാഗ്ന ഓട്ടോമാറ്റിക് i10 ഗ്രാൻഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ i20 പോലെ തന്നെ കംഫർട്ടാണ് ഇതിന് മെയിൻ. ഓക്കെ. ഹ്യുണ്ടായി വാഹനങ്ങൾ പൊതുവേ മൈലേജ് കുറച്ച് കുറവായിരിക്കും, പക്ഷേ കംഫർട്ടും അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ അടിപൊളിയായിരിക്കും അല്ലേ? അടുത്ത വണ്ടിയിലേക്ക്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു 3 വണ്ടി, ഇതടക്കമുള്ള ഒരു 3 വണ്ടി അത്യാവശ്യം നല്ല ബഡ്ജറ്റ് പ്രൈസിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. നല്ല പൊട്ടിച്ച വിലയിൽ, അതായത് ഈ ഒരു കണ്ടീഷനിൽ തന്നെ അല്ലേ? നിലവിൽ എന്താണോ കണ്ടീഷൻ അതുപോലെ കൊടുക്കാൻ പറ്റിയ വണ്ടി. ഓക്കെ. KL 60 രജിസ്ട്രേഷൻ റിറ്റ്സ് ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2014 മോഡൽ ഡീസൽ വേരിയൻ്റ് ആണ്. ഓക്കെ. VDI ആണ് ഓപ്ഷൻ വരുന്നത്. മിഡിൽ ഓപ്ഷൻ 2014 വണ്ടി ഡീസലാണ്. 18-20 റേഞ്ച് മൈലേജ്, അതാണ് ഹൈലൈറ്റ്. പിന്നെ കുറച്ച് എന്താ പറയുക, പോളിഷും കാര്യം ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? മേജർ എന്തെങ്കിലും വർക്ക് ഉണ്ടോ? മെക്കാനിക്കൽ സൈഡ് ഒക്കെ ഓക്കെയാണ്. എത്ര ഓട്ടം? 1.30 ഓടിയിട്ടുണ്ട്. അപ്പോൾ ഡീസൽ വണ്ടി 1.30 ഓടിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഞാൻ ചോദിക്കുന്നില്ല, എന്നാലും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. ഓക്കെ. ഫ്രണ്ടിൽ കുഴപ്പമില്ലാത്ത ടയേഴ്സിൻ്റെ, പുറകിൽ ആവറേജ് ഉള്ളൂ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 2,50,000 രൂപ. 2014 VDI റിറ്റ്സ്, ഡീസൽ റിറ്റ്സ് നിങ്ങൾക്ക് 2.5 ലക്ഷത്തിന് കൊണ്ടുപോകാം. ഫുൾ ലോണും കയറുമോ? ഒരു 2.25 വരെയൊക്കെ നോക്കാം എന്തായാലും അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വാഹനം റെഡിഗോ KL 19 രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 മോഡൽ T ഓപ്ഷനിലാണ് വണ്ടി വരുന്നത്. T ആണല്ലേ? 86,000 കിലോമീറ്റർ ഓടി. 16 മോഡൽ 86,000. ഓക്കെ. 800 cc അല്ലേ? 800 cc വാഹനമാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 18-20 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. സർവീസ് ഒക്കെ പ്രോപ്പറാണ്? ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്? സിംഗിൾ ആണ്. എത്ര ചോദിക്കുന്നതിനിപ്പോൾ? ഇത് 1,70,000. 1,70,000 രൂപയ്ക്ക് 2016 T ഓപ്ഷൻ. കിലോമീറ്റർ എത്ര? 86,000 കിലോമീറ്റർ. 86,000. ഓക്കെ. അപ്പോൾ നല്ല മൈലേജ് ഉള്ള ഒരു ചെറിയ വണ്ടി നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു നല്ല വണ്ടിയാണ്. ഡാറ്റ്സൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിസാനിൽ കിട്ടും അല്ലേ? സെയിം നിസാൻ തന്നെയാണ്. ഓക്കെ. അപ്പോൾ വേറെ ഒരു വർക്കില്ലല്ലോ? ഇല്ല, നിലവിൽ പെൻഡിങ് വർക്ക്സ്. ഒരു 1.5 വരെ ലോൺ കയറും? 1.5 ലോൺ ചെയ്തു. ഓക്കെ. 20,000 രൂപ കൊണ്ട് ഇറക്കി കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു ഇയോൺ ആണ്. KL 17 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് വരുന്നത്.
സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? 2013. ഏതാ ഓപ്ഷൻ? മാഗ്ന പ്ലസ്. ടോപ്പിൻ്റെ തൊട്ട് താഴെ സ്പോർട്സ് ആണ് അതിൽ ടോപ്പ് വരിക. അതിൽ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. നമ്മൾ കോമൺ ആയിട്ട് കാണാറ് ഇറ പ്ലസ് ആണ്. അപ്പോൾ പ്രൈസ് പറയുമ്പോൾ ഇറ പ്ലസ് ആയിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം വെച്ചാൽ മാഗ്ന പ്ലസിൻ്റെ മാർക്കറ്റ് കൂടുതലാണ്. പിന്നെ ഇൻബിൽട്ട് തന്നെ സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് ഒക്കെ വരും അല്ലേ ഇതിൽ? ഓക്കെ. ഓട്ടോ എത്ര? 1,07,000 കിലോമീറ്റർ 1,07,000 ഓടി. പ്രോപ്പർ സർവീസ് ചെയ്ത് പോകുന്നതാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അല്ലേ? ഓക്കെ. പ്രോപ്പർ മെയിൻറ്റൈൻഡ് വാഹനം. മൈലേജ് ഒരു 15 റേഞ്ച് ഏകദേശം കിട്ടും. ഇപ്പോൾ ടയർ ഇപ്പോൾ 4 പുതിയ ടയറാണല്ലോ. ഒന്നും ചെയ്യാനില്ല അല്ലേ? പാർട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഇയോൺ. എങ്ങനെയാണ് എത്രയ്ക്ക് കൊടുക്കുക ഇപ്പോൾ? ഇത് നമുക്ക് 1,60,000 കൊടുക്കാം. 1,60,000 രൂപയ്ക്ക് 2013 മാഗ്ന പ്ലസ് സിംഗിൾ ഓണർഷിപ്പ് ഫുൾ കമ്പനി സർവീസുള്ള ഈ ഒരു യോൺ കൊണ്ടുപോകാം. ഒരു 1,40,000 ലോൺ കയറുമോ? ഒരു 1,40,000 1,36,000 ലോണും കയറണം. 20,000 അല്ലെ 30,000 കണ്ട് ഇറക്കി കൊണ്ടുപോകും അല്ലേ? ഇതാ ഒരു റെഡ് ബ്യൂട്ടി, ഒരു പഴയ ഷേപ്പ് ഫിഗോ ആണ്. KL 7 രജിസ്ട്രേഷനാണ്. സാധാരണ ഫിഗോ കാണും പോലെ അല്ല കേട്ടോ. അത്യാവശ്യം നീറ്റ് ഉണ്ട് ഇന്റീരിയറൊക്കെ. സാധാരണ ഒരു പഴക്കം തോന്നിക്കുന്ന വിധത്തിലുണ്ടാവും. പക്ഷേ ഇത് അത്യാവശ്യം നല്ല നീറ്റിലാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2011 മോഡൽ ഫിഗോ പെട്രോൾ ആണ്. 70,000 കിലോമീറ്റർ ഓടിയ വണ്ടി സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. 70,000 സിംഗിൾ ഓണർഷിപ്പ് തന്നെ നടക്കണം അല്ലേ? ജെനുവൻ ആയിരിക്കും അല്ലേ കിലോമീറ്റർ? ഓക്കെ. ഫോർഡിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഡിലേ ഉണ്ടോ? ഹിസ്റ്ററി കിട്ടാൻ എന്തെങ്കിലും ഡിലേ ഉണ്ട്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. എന്തായാലും മേജർ ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ല. ഏതാ ഓപ്ഷൻ ഇത്? ZXi. ടോപ്പിൻ്റെ താഴെ. ഓക്കെ. തൊട്ട് താഴെ. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. അലോയ്സ് ഉണ്ടാവില്ല അല്ലേ? ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും. ഓക്കെ. എത്രയായിട്ട് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 1,30,000, 1,30,000. 1,30,000 രൂപയ്ക്ക് നല്ലൊരു അടിപൊളി ഫിഗോ കൊണ്ടുപോകാം. 2011 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ലോ കിലോമീറ്റർ വണ്ടി പെട്രോളാണ്. അതുകൊണ്ട് മെയിൻ്റനൻസ് സൈഡ് വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു 11-14 റേഞ്ചൊക്കെ മൈലേജും കിട്ടും അല്ലേ? ഓക്കെ. ലോൺ കിട്ടൂലേ? അത് നോക്കണ്ട. അപ്പോൾ എന്തായാലും വിളിച്ചോളൂ അടുത്ത വണ്ടിയിൽ. അടുത്ത വണ്ടി ടിയാഗോ ആണ്. ടിയാഗോൻ്റെ ന്യൂ ഷിപ്പ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അല്ലേ? തൊട്ട് മുന്നുള്ള ഷിപ്പാണ്. ഓക്കെ. 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ് അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ 48,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ വേരിയന്റ് ആണ്. 48,000. ഓക്കെ. ഏതാ ഓപ്ഷൻ? XZ ആണ്. ഓക്കെ. ഫുള്ളിൻ്റെ തൊട്ട് താഴെ XZ പ്ലസ് ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഓക്കെ. ക്ലെയിമും കാര്യമൊന്നുമില്ല. മേജറായിട്ടുള്ള ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. 48,000 കിലോമീറ്റർ മാത്രം ഓടി. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 4,75,000. 4,75,000. 4,75,000 2021 XZ ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വാഹനമാണ്. അപ്പോൾ താല്പര്യമായിട്ട് വിളിക്കാം. ഒരു 4-4.5 ലോൺ വരും. ലോൺ ചെയ്ത് കൊടുക്കാം. 10,000-25,000 രൂപ വേണ്ട ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ഒരു 14-17 റേഞ്ച് മൈലേജും കിട്ടും. അടുത്ത വണ്ടി ഹ്യുണ്ടായ് ക്രെറ്റ KL 54 രജിസ്ട്രേഷൻ വാഹനം. ഇതേതാ മോഡൽ? ഇത് 2018 മോഡൽ SX പ്ലസ് പെട്രോൾ വേരിയന്റ്. സെക്കൻഡ് ഷേപ്പാണ് അല്ലേ? 18 മോഡൽ SX പ്ലസ് പെട്രോൾ വണ്ടിയാണ്. ഒരു 10-13 റേഞ്ച് മൈലേജ് കിട്ടും. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം 37,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 7 വർഷം കൊണ്ട് പാതി കിലോമീറ്റർ, വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പ്രോപ്പർ സർവീസ് ഉണ്ടോ? പ്രോപ്പർ സർവീസ് ഇല്ല. ഓക്കെ. പിന്നെ ഈ വണ്ടികൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 8 വർഷം 9 വർഷം പഴക്കമുള്ള വണ്ടികൾക്കുമ്പോൾ 1 ഇയർ വാറണ്ടി ഇത് കൊടുക്കുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ ഷോറൂം വാറണ്ടി നമ്മൾ തുടക്കം പറഞ്ഞ പോലെ തന്നെ. ഇതും ടയർ ഭാഗം ഏവറേജ് ആണ് അല്ലേ? 37 ഒരു കണ്ടീഷനിലാണുള്ളത്. ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 8 ലക്ഷം രൂപ. ഓക്കെ. 18 SX പ്ലസ് പെട്രോൾ മാനുവൽ ക്രെറ്റയാണ്. 8 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 7 lakhs ലോൺ വരും. 6.75-7 ലോൺ വരുന്നത് ഓക്കെ ആണെങ്കിൽ. അപ്പോൾ പഴയ ഷേപ്പ് ആ ഒരു സ്പോർട്ടി ലുക്ക് ക്രെറ്റമാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് i20യുടെ ഒരു ക്രോസ് ഓവർ സെഗ്മെന്റ് i20 ആക്റ്റീവ് ആണ്. ഏതാ രജിസ്ട്രേഷൻ? KL 58 തലശ്ശേരി വണ്ടിയാണ്. അതായത് i20യേക്കാൾ വെയിറ്റും കാര്യങ്ങളൊക്കെ വരും. മൈലേജും 1 കിലോമീറ്ററൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട് അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2016 മോഡൽ 17 രജിസ്ട്രേഷൻ പെട്രോൾ ആണ്. പെട്രോൾ വണ്ടി. S ആണ് ഓപ്ഷൻ വരുന്നത്. S തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഈ അലോയ് വീല്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഇലക്ട്രിക്കലായിരിക്കും. പിന്നെ ഈ റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊരു സ്റ്റൈലിഷ് ലുക്കാണ്. കുറച്ചും കൂടി മാറ്റം വരും സൈഡിൽ ക്ലാഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. എത്ര കിലോമീറ്റർ ഓടിയത്? ഇത് 50,000 കിലോമീറ്റർ ഓടി. 50,000. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് തന്നെ? സെക്കൻഡ് ഓണർഷിപ്പിലാണ്. സർവീസ് ഉണ്ടോ? പ്രോപ്പർ സർവീസ് ഉണ്ടോ? ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 4,75,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു ആക്റ്റീവ് i20 കൊണ്ടുപോകാം. അത്രയും കംഫർട്ട് വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ലോൺ ഒരു 4-4.5 വരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും.
19,000 രൂപ കൊണ്ട് ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടിയാണ് കേട്ടോ. ഒരു അടിപൊളി ലുക്കാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തത് ഒരു 7 സീറ്റർ SUV സെഗ്മെന്റ് ആണ്. KL11 രജിസ്ട്രേഷൻ വരുന്ന മഹീന്ദ്ര XUV 500. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2015 മോഡല് W6 ആണ് ഓപ്ഷൻ വരുന്നത്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ് W6. ഓക്കെ, കിലോമീറ്റർ ഇപ്പോൾ 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള നിലവിൽ. ഓ, 1 ലാഖിന്റെ താഴെ പോയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, പ്രോപ്പർ സർവീസ് ഉണ്ടോ? പ്രോപ്പർ സർവീസ് ആണ്. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ അപ്പോൾ നിലവിൽ. സെക്കൻഡ് ഓണർ വണ്ടി. ക്ലെയിം ഒന്നുമില്ലല്ലോ മേജർ? ഇല്ല, മേജറായിട്ടുള്ള ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, 2015 W6 80,000 കിലോമീറ്റർ ഓടിയ ഒറിജിനൽ കേരള വണ്ടി. റീയും വരുന്നുണ്ട്, അതുകൊണ്ട് എടുത്ത് പറഞ്ഞത്. എത്ര കൊടുക്കുക ഇത്? ഇത് 7,25,000 നമ്മൾ ചോദിക്കുന്നത്. 7,4 ചോദിക്കുന്നു. കുറച്ച് കൊടുക്കാം അല്ലേ? കുറച്ച് കൊടുക്കാം. 1 ലാഖിന്റെ താഴെ ഓടിയ വണ്ടി നോക്കി നടക്കുന്നുണ്ട്, എടുക്കാം. 7,25,000 രൂപയ്ക്ക് 2015 W6 80,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ലോൺ ഒരു 6,500 കയറും. 6,500 ലോൺ ചെയ്യാൻ പറ്റും, മാക്സിമം കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു നിസാൻ മൈക്ര ഓട്ടോമാറ്റിക് മൈക്രയാണ്. CVT ഗിയർ ബോക്സ് വരുന്ന വാഹനം. KL8 തൃശ്ശൂർ വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2017 മോഡല് 34,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 17 മോഡൽ 34,000 മാത്രം. പ്രോപ്പർ സർവീസ് പോയിട്ടുണ്ടോ? പക്ക സർവീസ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനിയിൽ നിന്നല്ല, പുറത്തുനിന്ന് തന്നെയാണ് സർവീസ് ഉള്ളത്. പുറത്തുനിന്നുണ്ട്. ഓക്കെ, പരിചയത്തിലുള്ള വണ്ടി ആയിരിക്കും അല്ലേ? അതെ അതെ. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, മേജറായിട്ടുള്ള ക്ലെയിമോ കാര്യങ്ങളൊന്നും. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് XL മിഡിൽ ഓപ്ഷനാണ്. പുഷ് ബട്ടൺ ഉണ്ടോ? ബട്ടൺ സ്റ്റാർട്ട് ഇല്ല, ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല. ഓക്കെ, 2017 CVT ഓട്ടോമാറ്റിക്. മൈലേജ് കുറവായിരിക്കും, ഒരു 10-13 വരെ ഉണ്ടാവും മതി. കിലോമീറ്റർ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 4,15,000 രൂപ. 4,15 2017 മോഡൽ CVT ഓട്ടോമാറ്റിക് മൈക്ര നിങ്ങൾക്ക് കൊണ്ടുപോകാം. XL മിഡിൽ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓൺ വരും. ഒരു 90-95% വരെ ലോൺ ചെയ്തു ചാൻസ് ഉണ്ട്. അടുത്ത വണ്ടി ഇല്ല, സോറി. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓട്ടോ വെഞ്ചറിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തണം, വിട്ടുപോകരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുന്നത്, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി ബ്രോ, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.